രാഹുൽ മാങ്കൂട്ടത്തിലായിട്ടുള്ള തെരച്ചിൽ നടക്കുകയാണ്. ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. പാലക്കാട്ടും പത്തനംതിട്ടയിലും ഒക്കെ പോലീസ് തെരയുന്നുണ്ട്. അന്യസംസ്ഥാനത്തേക്ക് പോയിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ പരിശോധിക്കുന്നത് ഈ കേസിന്റെ നാൾവഴിയെ സംബന്ധിച്ചാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെയാണ് ഈ കേസിലേക്ക് ഇത്ര ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുള്ള ഈ കേസിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നത്, എവിടെയായിരുന്നു ഇതിന്റെ തുടക്കം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഓഗസ്റ്റ് 20-നാണ് പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാവും ഒരു യുവനടി ആരോപണം ഉന്നയിക്കുന്നത് ഒരു യുവ നേതാവുമായി ബന്ധപ്പെട്ട്. അത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്ന അവസാനം അവർക്ക് പറയേണ്ടി വരുന്നു. ആദ്യഘട്ടത്തിൽ അവരത് പറഞ്ഞിരുന്നില്ല. ആരാണ് ഇത് എന്നുള്ള കാര്യത്തിൽ അവർ യാതൊരു തരത്തിലുള്ള ഒരു പേര് പോലും പറഞ്ഞിരുന്നില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്നത് പിന്നീട് വ്യക്തമാവുന്നു. അതുമായി ബന്ധപ്പെട്ട് പിന്നീട് രാഹുൽ പ്രതികരിക്കുകയും ചെയ്യേണ്ടി വന്നു. കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ ആ വിഷയത്തിൽ അന്ന് പ്രതികരിച്ചു വിട്ടതാണ്. പിന്നീടാണ് അത് എന്ത് സംഭവിച്ചത് എന്ന് നമുക്ക് പരിശോധിക്കാം. ഓഗസ്റ്റ് 20-ന് ആ വെളിപ്പെടുത്തൽ വന്നതിന് ശേഷം പേര് പറയാതെ രാഹുൽ എന്ന ഉറച്ച സൂചന ആ പെൺകുട്ടി നൽകിയിരുന്നു, ആ യുവനടി അന്ന് നൽകിയിരുന്നു എന്നുള്ളതാണ്. പിന്നീടാണ് കോൺഗ്രസിലേക്ക് ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. കോൺഗ്രസിനും ഇതുമായി ബന്ധപ്പെട്ട് ചില ധാരണകൾ അന്ന് തന്നെ ഉണ്ടായിരുന്നു, ഇല്ലെങ്കിൽ ചില പരാതികൾ പ്രതിപക്ഷ നേതാവിന്റെ പക്കൽ ഉണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകൾ ഇല്ലെങ്കിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള തരത്തിലുള്ള വാർത്തകൾ, അഭ്യൂഹങ്ങൾ ആ സമയത്ത് വന്നിരുന്നു. പക്ഷേ അത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണെന്ന് അധികം വൈകാതെ ഉറപ്പിക്കുകയായിരുന്നു. ഓഗസ്റ്റ് 21 ഹണി ഭാസ്കറിന്റെ ആരോപണം സോഷ്യൽ മീഡിയ വഴി ശല്യപ്പെടുത്തി എന്നുള്ള ആരോപണമാണ്. അപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് നിരവധി ആളുകൾ, അത് ഹണി ഭാസ്കർ എന്നൊരാൾ പോലും ഒതുങ്ങുന്നതല്ല, നിരവധി ആളുകളെ സോഷ്യൽ മീഡിയ വഴി ഈ രീതിയിൽ മെസ്സേജ് അയച്ചും അല്ലാതെയും ഒക്കെ ശല്യം ചെയ്യുന്ന ഒരു രീതി രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട് എന്നതുകൂടിയാണ് വെളിവായത്. അത് ഹണി നടത്തിയ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു, ഹണി കുറിച്ചിരുന്ന വാക്കുകളിലൂടെയായിരുന്നു. അത് ഓഗസ്റ്റ് 21-നാണ് സംഭവിക്കുന്നത്. യുവനടിയുടെ വെളിപ്പെടുത്തലിന്റെ തൊട്ടടുത്ത ദിവസമാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. പിന്നീടാണ് ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് അവന്തികയും രാഹുലിനെതിരെ രംഗത്ത് വരുന്നത്. അതോടുകൂടി രാഹുൽ ലോക്കായി. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ള കാര്യം അതുവരെ നിഷേധിച്ചിരുന്ന കോൺഗ്രസുകാരെ സംബന്ധിച്ചും ഇല്ലെങ്കിൽ പൊതുവെ ജനത്തിനെ സംബന്ധിച്ചും ഇതാരാണ്, ഇല്ലെങ്കിൽ പേര് പറയാത്ത സ്ഥിതിക്ക് എങ്ങനെയാണ് രാഹുലിനെതിരായിട്ട് ഈ ആരോപണം ഉന്നയിക്കുക എന്ന് ചോദിച്ച ആളുകൾക്കിടയിലേക്ക് ഈ 3 പരാതി വ്യക്തമായ തെളിവുകളോടെ, ചാറ്റ് ചെയ്തതിന്റെ സ്ക്രീൻഷോട്ടുകൾ, ഇവരുമായി സംസാരിച്ചതിന്റെ ഓഡിയോ ക്ലിപ്പുകൾ, ഇതെല്ലാം പറഞ്ഞുകൊണ്ടുള്ള ഇല്ലെങ്കിൽ ഈ തെളിവുകളെല്ലാം പുറത്തു വന്നതോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്ന് ഉറപ്പിക്കുകയും പിന്നീട് അത് കോൺഗ്രസിനും രാഹുലിനും മറുപടി പറയേണ്ടതിലേക്കും കാര്യം വന്നത്. പിന്നീട് ഓഗസ്റ്റ് 21-ന് തന്നെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തു. നടപടി എന്നത് അതായത് ഇപ്പോൾ ധാർമ്മികമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, ധാർമ്മികത ഉയർത്തിക്കൊണ്ട് കോൺഗ്രസ് എടുത്തിരുന്ന ആദ്യ പടിയായിരുന്നു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ നീക്കുക എന്നുള്ളത്. അത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ പ്രശംസ നേടിക്കൊടുത്ത ഒരു നിലപാട് ഇല്ലെങ്കിൽ ഒരു തീരുമാനം കൂടിയായിരുന്നു എന്ന് വേണം പറയാൻ. കാരണം മറ്റു പല കേസുകളിലും മറ്റ് പല പാർട്ടികളിലും ഇതുണ്ടായപ്പോൾ, CPM-ൽ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായപ്പോൾ ഒരു നടപടിയും എടുത്തിരുന്ന സ്ഥാനത്ത് നിന്ന് മാത്രമെന്നല്ല ഒരു രീതിയിലുള്ള എക്സ്പ്ലനേഷൻ പോലും ആ നേതാക്കളോട് ചോദിച്ചിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. പിന്നീട് ഓഗസ്റ്റ് 22-നാണ് മറ്റൊരു യുവതിയുമായുള്ള ചാറ്റുകൾ പുറത്തുവന്നത്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ള പരാതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയരുന്നു. സ്വാഭാവികമായിട്ടും അന്നത്തെ ആ യുവനടിയുടെ ആദ്യ പരാതിയിൽ നിന്നുള്ള ഒരു ഊർജത്തിൽ നിന്നായിരിക്കണം ഒരു പക്ഷേ. കാരണം ഇതുവരെ ആർക്കും മിണ്ടാൻ സാധിച്ചിട്ടില്ല. മിണ്ടാൻ സാധിക്കാത്തതിന്റെ പ്രധാന കാരണം ഇദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ്, ഇദ്ദേഹത്തിനുള്ള പൊളിറ്റിക്കൽ സപ്പോർട്ട്, ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഇപ്പോൾ നടന്നതുപോലെ, അതുപോലെ ഇദ്ദേഹത്തിന്റെ ഭീഷണി, ഈ കാരണങ്ങളാലൊന്നും മാത്രവുമല്ല പൊതുസമൂഹം ഇതിനെ എങ്ങനെ എടുക്കുന്നു എന്നുള്ളൊരു ആശങ്ക. ഇനി എങ്ങനെയായിരിക്കും നിയമപരമായ ഏത് രീതിയിൽ മൂവ് ചെയ്യേണ്ടി വരും, എങ്ങനെ മാനസികമായും ശാരീരികമായും ഒക്കെ തളർന്നിരിക്കുന്ന സമയത്ത് എങ്ങനെയൊരു കേസുമായി പോകാൻ സാധിക്കും എന്നൊക്കെയുള്ള ആശങ്കകളിൽ നിന്ന് ഇല്ലെങ്കിൽ ആ പേടിയിൽ നിന്ന് രാഷ്ട്രീയമായിട്ട് അത്രയധികം ബലമുള്ള, അത്രയധികം ആളുകൾ ചുറ്റും നിൽക്കുന്ന, അത്രയധികം ആളുകൾ പൊക്കിക്കൊണ്ട് നടക്കുന്ന ഒരു നേതാവിനെതിരെ ഒരു ആരോപണം ഉന്നയിക്കണമെങ്കിൽ കേരളത്തിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് എത്രത്തോളം ധൈര്യം വേണം എന്നുള്ളത് കൂടി വ്യക്തമായതായിരുന്നു ഓഗസ്റ്റ് 22. 23-ന് രാഹുൽ യുവതിയെ ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുന്ന ശബ്ദരേഖ, അതായിരുന്നു ബോംബ്. കോൺഗ്രസിനെ സംബന്ധിച്ച് മറുപടി പറയാതെ രക്ഷയില്ല എന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ വരുന്നു. അപ്പോഴും പറയുന്നു യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയില്ലേ എന്ന് കോൺഗ്രസ് അവിടെ വാദിച്ചു എന്നുണ്ടെങ്കിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്വഭാവദൂഷ്യം, രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചാറ്റുകൾ, രാഹുൽ മാങ്കൂട്ടത്തിൽ പെൺകുട്ടികളുമായിട്ട് സംസാരിച്ച കാര്യങ്ങൾ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ നിർണായകമായ ശബ്ദരേഖ, ഇതെല്ലാം പുറത്തു വന്ന സാഹചര്യത്തിൽ അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലായി കോൺഗ്രസ് എന്നുള്ളതാണ്. പിന്നീട് കോൺഗ്രസിന് നടപടിയിലേക്ക് കടക്കാതിരിക്കാൻ സാധിക്കില്ലായിരുന്നു. 25-ാം തീയതി ഓഗസ്റ്റിൽ രാഹുലിനെ കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു.
സസ്പെൻഡ് ചെയ്യേണ്ടി വന്നു. കാരണം അത്രയധികം ഗുരുതരമായ കാര്യങ്ങളായിരുന്നു ആ ഓഡിയോയിൽ ഉണ്ടായിരുന്നത്. ആ വാട്സ്ആപ്പ് ചാറ്റിന്റെ സ്ക്രീൻഷോട്ടുകളിൽ നിന്ന് മനസ്സിലാക്കിയത് കോൺഗ്രസിന് ഒരു നിമിഷം പോലും രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിർത്താനുള്ള സാധ്യത പൂർണ്ണമായി ഇല്ലാതാക്കിക്കൊണ്ടായിരുന്നു ഈ തെളിവുകൾ പുറത്തു വന്നിരുന്നത്. കോൺഗ്രസ് പ്രതിരോധത്തിലാവുക എന്നത് മാത്രമല്ല, ഹൂ കേസ് എന്ന് പറഞ്ഞിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ കോൺഗ്രസിനൊരു നിലപാടെടുക്കേണ്ട, അതായത് സ്ത്രീപക്ഷം ഇല്ലെങ്കിൽ ഈ പറയുന്ന അതിജീവിതകൾക്കൊപ്പം, ബാധിക്കപ്പെട്ട പെൺകുട്ടികൾക്കൊപ്പം, പരാതിക്കാർക്കൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിനൊരു സ്റ്റാൻഡ് എടുക്കേണ്ട സാഹചര്യം കൂടി ആ ഘട്ടത്തിൽ വന്നു. അതായിരുന്നു ഓഗസ്റ്റ് 25 രാഹുൽ മാങ്കൂട്ടത്തിലെ പാർട്ടി സസ്പെൻഡ് ചെയ്തത്. പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയാം. പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ ഒഴിവാക്കി. രാഹുലിനെ ഓഗസ്റ്റ് 27 കേസെടുത്തു ക്രൈംബ്രാഞ്ച്. സ്ത്രീകളെ ശല്യം ചെയ്യൽ, ലൈംഗിക ചുവയോടെ സംസാരിച്ചു തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി കേസെടുത്തു. അങ്ങനെ കേസെടുക്കാൻ, അതായത് കേസെടുക്കാനുണ്ടായ സാഹചര്യം ഒന്ന്, ഈ പരാതിക്കാർക്കാർക്കും നേരിട്ട് നിയമപരമായിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു എന്നുള്ളതാണ്. അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പല കാരണങ്ങൾ കൊണ്ടാണ്. ഇയാൾക്ക് രാഷ്ട്രീയത്തിലുള്ള സ്വാധീനം, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എന്ന ആൾ, രാഹുൽ മാങ്കൂട്ടത്തിലിന് സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ, രാഹുൽ മാങ്കൂട്ടത്തിലിന് കോൺഗ്രസുകാർ മാത്രമല്ല സമൂഹത്തിൽ സ്ത്രീ പുരുഷൻ എന്നുള്ള രീതിയിൽ പോലും ഏതു തരത്തിൽ സപ്പോർട്ട് ലഭിക്കും, തന്നെ ഏതു തരത്തിലായിരിക്കും ഈ ആളുകൾ വീണ്ടും അപമാനിക്കുക, പൊതുസമൂഹത്തിൽ പൊതുമധ്യത്തിൽ താൻ ചോദ്യം ചെയ്യപ്പെടില്ലേ എന്നൊക്കെയുള്ള ആശങ്കയിൽ നിന്ന് പരാതിപ്പെടാനോ ആ കേസുമായി മുന്നോട്ടു പോകാനോ ഈ പറഞ്ഞ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന ഒരാൾക്ക് പോലും സാധിച്ചില്ല എന്ന സ്ഥലത്താണ് രാഹുലിനെതിരെ ഓഗസ്റ്റ് 27 കേസെടുക്കുന്നത്. പിന്നീട് ഓഗസ്റ്റ് 27 തന്നെ നിർബന്ധിത ഗർഭചിത്രം ആരോപിച്ച് അഭിഭാഷകന്റെ പരാതി വന്നു. സെപ്റ്റംബർ 15 പിന്നീട് പ്രതിപക്ഷ നേതാവിനെ അവഗണിച്ച് രാഹുൽ നിയമസഭാ സമ്മേളനത്തിലെത്തി. ആ വരവ് പോലും നമുക്കറിയാം. അത്രയും ദിവസം അടൂരിലെ വീട്ടിൽ ഒന്നും അനങ്ങാതെ ആകെ ഒരു പ്രതികരണമാണ് നടത്തിയത്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്തിയ സമയത്ത് മാത്രമാണ് ഒരു പ്രതികരണം നടത്തിയത്. അത് വളരെ തമാശയായിട്ടുള്ള പ്രതികരണമായിരുന്നു. ഈ ഓഡിയോ ക്ലിപ്പൊക്കെ അത് ആണെങ്കിലോ എന്നുള്ള അർത്ഥത്തിൽ കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിച്ചിരുന്നു. ഈ അതിജീവിതയുടെ കരച്ചിലും ഈ പറയുന്ന അതിജീവിതയുടെ ചാറ്റുകളും അതിജീവിതയെ ഈ പറയുന്നത് പോലെ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന കാര്യങ്ങളും ഉൾപ്പെടെയുള്ള തെളിവുകൾ പുറത്തു വന്നപ്പോഴും അത് ആണെന്ന് പറഞ്ഞ് കൈയൊഴിയാൻ ആ സമയത്തും കോൺഗ്രസ് തന്റെ പാർട്ടി എടുത്ത നടപടി മുന്നിൽ നിൽക്കുന്ന സാഹചര്യത്തിലും രാഹുൽ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. അത് അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ചായിരുന്നു ആ പ്രതികരണം ഉണ്ടായിരുന്നത്. പ്രേക്ഷകർക്ക് സ്വാഭാവികമായിട്ടും ഓർമ്മയുണ്ടാവും. അപ്പം പ്രതിപക്ഷ നേതാവിനെ അവഗണിച്ചുകൊണ്ട് നിയമസഭയിലേക്ക് പ്രതിപക്ഷ നേതാവ് തുടക്കം മുതൽ തന്നെ VD സതീശനെടുത്ത ഈ വിഷയത്തിലെടുത്ത നിലപാട് പ്രശംസനീയമാണ്. അദ്ദേഹം എടുത്തിരിക്കുന്ന ഇല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനോടുള്ള സമീപനം എടുത്തു പറയേണ്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിയമസഭയിലേക്ക് എത്തേണ്ടതില്ല, സഭ ചേരുന്ന സമയത്ത് രാഹുൽ എത്തേണ്ടതില്ല എന്ന നിലപാട് ചിലർക്കെങ്കിലും കോൺഗ്രസിൽ ഉണ്ടായിരുന്നപ്പോൾ പോലും രാഹുൽ മാങ്കൂട്ടത്തിനെ ആഘോഷമാക്കി. അത് പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിന്റെ തിരുവനന്തപുരത്തുള്ള ചില നേതാക്കൾ വലിയ ആഘോഷത്തോടെയാണ്, ഏതോ ഒരു യുദ്ധം ജയിച്ചു വരുന്ന പോരാളിയെ പോലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ നിയമസഭയിലേക്ക് എത്തിച്ചത്. പ്രത്യേക ബ്ലോക്കിലാണ് ഇരുത്തിയത്, അത് വേറെ കാര്യം. ഒപ്പം തന്നെ സെപ്റ്റംബർ 15 കോൺഗ്രസ് ബ്ലോക്കിന് പുറത്ത് ഇരിപ്പിടം കൊടുത്ത് അവിടെ ഇരുത്തുന്നു. വേറെ വഴിയില്ലായിരുന്നു എന്ന് കോൺഗ്രസിനെന്ന് വേണം മനസ്സിലാക്കാൻ. സെപ്റ്റംബർ 15 രാഹുലിനെ DYFI വഴിയിൽ തടയുന്നു. വലിയ പ്രതിഷേധം ആ സമയത്തുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും പ്രതിഷേധിക്കുന്ന സമയത്ത് പോലും ഇവർക്കുണ്ടായിരുന്ന ഒരു പ്രശ്നം പരാതിയില്ല എന്നുള്ളൊരു പ്രതികരണമായിരുന്നു. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരെങ്കിലും പരാതിപ്പെട്ടോ, പരാതി വരട്ടെ. ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ, മുതിർന്ന പല നേതാക്കൾ ഇവരെല്ലാം പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതിൽ പരാതിയില്ല എന്നുള്ളതായിരുന്നു. പരാതിയില്ല ഇല്ലെങ്കിൽ പരാതിപ്പെടില്ല എന്നുള്ളൊരു ധൈര്യം കൂടി ഇത്ര ദിവസം ഇന്നലെ ഉച്ചവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടിയാണ്. പിന്നീട് നവംബർ 7 പാലക്കാട് സംസ്ഥാന ശാസ്ത്രമേള ഉദ്ഘാടന വേദിയിൽ രാഹുൽ എത്തുന്നു. രാഹുലിനെ സസ്പെൻഡ് ചെയ്തതാണ്. രാഹുലിനെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി. പിന്നീട് രാഹുലിനെ പാർട്ടി നടപടി എന്നോണം സസ്പെൻഡ് ചെയ്തു. പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിൽ എല്ലാ ഗ്രൂപ്പുകളിൽ നിന്നും മാറ്റി നിർത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നെ ആരുടെ ഒരു പിൻബലത്തിലാണ് ഇല്ലെങ്കിൽ ആരുടെ പ്രോത്സാഹനത്തിലാണ് വീണ്ടും നിരത്തിലേക്ക്, വീണ്ടും പൊതുപരിപാടിയിൽ, വീണ്ടും പാർട്ടി പരിപാടികളിൽ, വീണ്ടും തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ എത്തിയത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഇത്ര ദിവസമായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ആദ്യത്തെ പരിപാടിയാണിത്. നവംബർ 7 പാലക്കാട് സംസ്ഥാന ശാസ്ത്രമേള ഉദ്ഘാടന വേദിയിലെത്തി. അന്ന് അവിടെ മന്ത്രി ശിവൻകുട്ടി ഉണ്ടായിരുന്നു. മന്ത്രി ശിവൻകുട്ടി എന്തുകൊണ്ട് രാഹുലിന്റെ കൂടെ ഇരുന്നു എന്നൊക്കെയുള്ളത് ഇപ്പോഴും ചോദ്യമാണ്. പിന്നീട് നവംബർ 20 മുതൽ പാലക്കാട്ട്
പ്രചാരണ രംഗത്ത് സജീവം. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത ഒരു നേതാവ് കേരളത്തിന്റെ ചരിത്രത്തിൽ മറ്റേതെങ്കിലും പാർട്ടിയിൽ ഇത് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസ് അങ്ങനെ മാറ്റി നിർത്തുമ്പോൾ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും പാർട്ടിയിലെ മറ്റു മുതിർന്ന ആളുകളും പാർട്ടിയിലെ ചില പ്രവർത്തകരും ഉൾപ്പെടെ മുഴുവൻ ആളുകളും രാഹുൽ മാങ്കൂട്ടത്തിലിനെ മാറ്റി നിർത്തണം എന്ന് അഭിപ്രായപ്പെടുന്ന സാഹചര്യത്തിലാണ് ഇതിനിടയ്ക്ക് നടന്ന മറ്റൊരു സംഭവം കൂടിയുണ്ട്. ആശാ സമരത്തിന്റെ അവസാന ദിവസം, അതായത് ഒരു റാലിയോടെ ആശാ സമരം തിരുവനന്തപുരത്ത് അവസാനിക്കുന്ന ഒരു ദിവസം, അവിടെ ആശാ സമരത്തിൽ ക്ഷണിക്കപ്പെട്ട ആളായിട്ട് ആശമാർ എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ക്ഷണിച്ചതെന്ന് അറിയില്ല. അപ്പൊ പ്രതിപക്ഷ നേതാവാണത് ഉദ്ഘാടനം ചെയ്യുന്നത്. ആ പ്രതിപക്ഷ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉള്ളതുകൊണ്ട് മാത്രം ആ വേദിയിലേക്ക് എത്തിയില്ല. രാഹുലിനെ മാറ്റിയാൽ മാത്രം ഞാൻ വന്ന് സംസാരിക്കാം എന്ന നിലപാട് പോലും എടുത്തിരുന്ന സാഹചര്യത്തിലാണ് ഈ പാലക്കാട്ട് പ്രചാരണത്തിൽ സജീവമാവുന്നത്. പ്രചാരണത്തിൽ മാത്രമല്ല, അവിടെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിൽ മറ്റ് കമ്മിറ്റികളിൽ എങ്ങനെയൊക്കെയാണ് പ്രചാരണം നടത്തേണ്ടത് എന്നുള്ള തീരുമാനങ്ങൾ, അതായത് പാർട്ടിയുമായി ബന്ധപ്പെട്ട കോൺഗ്രസുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുമുള്ള മീറ്റിങ്ങുകളിലും എല്ലാ തരത്തിലും ഓടിയെത്തുന്ന രാഹുലിനെയാണ് പിന്നീട് കണ്ടത്. പിന്നീട് താൻ ഒന്നും ചെയ്തിട്ടില്ല, നിരപരാധിയാണ് എന്ന് തെളിയിക്കാനുള്ള ഒരു വ്യഗ്രതയാണ് കണ്ടുകൊണ്ടിരുന്നത്. പാലക്കാട് താൻ ആവശ്യപ്പെട്ടിട്ടല്ല, തന്നോട് ആവശ്യപ്പെട്ടിട്ടാണ് ഓരോ ജനപ്രതിനിധികളായി മത്സരിക്കാൻ പോകുന്ന ആൾക്കാർ, ഓരോ സ്ഥാനാർത്ഥികളും തന്നെ ആവശ്യപ്പെട്ടിട്ടാണ് എത്തിയത് എന്നൊക്കെയുള്ള വാദങ്ങൾ നിരത്തിയായിരുന്നു. അതേ സമയത്ത് KC വേണുഗോപാൽ തള്ളി പറയുന്നുണ്ട്. സംരക്ഷകൻ എന്ന് വിചാരിച്ചിരുന്നിടത്ത് നിന്ന് KC വേണുഗോപാൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വഴിയിൽ ആ കേസിൽ നിന്ന് ഊരാൻ ശ്രമിച്ചതാണോ എന്നറിയില്ല. അദ്ദേഹം വരെ തള്ളി പറയുന്നുണ്ട്. KPCC കൃത്യമായ നിലപാടെടുത്തു. ഒരാളും രാഹുലിനെ പാർട്ടിയുടെ ഒരു കാര്യത്തിൽ നിന്നും ഇല്ലെങ്കിൽ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. പിന്നെ എന്തിനാണ് പങ്കെടുക്കുന്നതെന്ന് അറിയില്ല. DCCയോട് പലതവണ ചോദിച്ചു. പാലക്കാട് DCC ഒരു തരത്തിലും മറുപടി പറഞ്ഞിരുന്നില്ല ഒരു ഘട്ടത്തിലും. കാരണം രാഹുൽ അവരുടെ സ്റ്റാറാണ്, അവര് ആളുകൾക്ക് മുന്നിൽ വെക്കുന്ന ആളാണ്. അപ്പൊ രാഹുൽ പറയുന്ന വാദവും അതായിരുന്നു ആ സമയങ്ങളിൽ. അതായത് എനിക്ക് വോട്ട് ചെയ്ത ആൾക്കാർ, എനിക്ക് അവരോടുള്ള നന്ദി, ഞാൻ പോയി പറയേണ്ട കാര്യമുണ്ട്, ഞാൻ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് ചോദിക്കേണ്ടതുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ഓടി നടന്നുകൊണ്ടിരുന്നത്. ഏത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശങ്ങൾ പോലും ലംഘിച്ചുകൊണ്ട് അവിടെ ആ പ്രവൃത്തിയിലേക്ക് രാഹുൽ കടന്നിരുന്നു എന്നുള്ളതാണ്. പിന്നീട് നവംബർ 24 കഴിഞ്ഞ ദിവസമാണ് ഈ യുവതിയുടെ പുതിയ ശബ്ദരേഖ പുറത്തു വരുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഈ ശബ്ദരേഖ പുറത്തു വന്നത് പ്രേക്ഷകർ കേട്ട് കാണും. സ്വാഭാവികമായിട്ടും കുഞ്ഞു വേണമെന്ന് യുവതിയോട് രാഹുൽ ആവശ്യപ്പെടുന്ന ആ ശബ്ദരേഖയാണ് നമ്മൾ കണ്ടത്. അതിജീവിത മുഖ്യമന്ത്രിയെ കണ്ട് ഇന്നലെ വൈകിട്ട് പരാതി നൽകി. ഇന്നലെ ഉച്ചവരെ, ഇന്ന് രാവിലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ MLA ഓഫീസിലെ സ്റ്റാഫിനോട് നമ്മൾ സംസാരിക്കുന്നത്. ഇന്നലെ ഉച്ചവരെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കണ്ടിരുന്നു, ഓഫീസിലുണ്ടായിരുന്നു എന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഉച്ചയ്ക്ക് ശേഷം ഇല്ല. ഉച്ചയ്ക്ക് ശേഷം ആകെ ചെയ്തത് മുഖ്യമന്ത്രിയെ അതിജീവിത കണ്ടു എന്ന് നമ്മൾ ഉൾപ്പെടെയുള്ള ചാനലുകൾ ബ്രേക്ക് ചെയ്ത സമയത്ത്, ആ ബ്രേക്കിംഗ് വാർത്ത വന്ന സമയത്ത് ഒരു പോസ്റ്റ് ഇട്ടു. അത് ഒളിവിലിരുന്നാണോ ഇട്ടത്, ഓഫീസിലിരുന്ന് ഇട്ടിട്ട് പോയതാണോ എന്നറിയില്ല. ഒരു പോസ്റ്റ് ഇട്ട് മുങ്ങുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആണ് കാണുന്നത്. പാലക്കാടിന്റെ MLA ആയ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്നീട് പാലക്കാട് കണ്ടിട്ടില്ലെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിന്റെ ഫോൺ ഉൾപ്പെടെ ഓഫാണ്. ഇതുവരെ അത് ഓണായതായിട്ടും വിവരമില്ല. ആ രീതിയിൽ ഓടി മറിയുകയാണ് ചെയ്തത്. അറസ്റ്റ് ഭയന്നു എന്ന് തന്നെ വേണം കരുതാൻ. കാരണം FIR ഇട്ട് കഴിഞ്ഞാൽ ഞാൻ കുടുക്കിലാകും, ജയിലിലാകും എന്നുള്ളത് ഉറപ്പായിരുന്നു. എന്തായാലും അത്രയും ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് രാഹുലിനെതിരെ കേസെടുത്തിരിക്കുന്നു. അതിന്റെ നടപടിയിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നു ഇപ്പോൾ.